ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് കിഡ്സിൻ്റെ ഡ്രസ്സിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റിച്ചസൊക്കെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചസാണ്. അതുപോലെ തന്നെ എല്ലാ സ്റ്റിച്ചസിൻ്റെയും തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതുമാണ്. പിന്നെ ഈ ഒരു വീഡിയോയിലും എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സ്റ്റെമ്മാണ്. സ്റ്റെം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ താഴെ നിന്ന് കുത്തിയെടുത്തിട്ട് എത്ര ഡിസ്റ്റൻസിലാണോ സ്റ്റിച്ച് വേണ്ടത് ആ ഒരു ഡിസ്റ്റൻസിൽ താഴേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് മുകളിലേക്ക് എടുക്കേണ്ടത്. ത്രെഡ് റൈറ്റ് സൈഡിലേക്ക് പിടിച്ചിട്ടാണ് ഈ ഒരു സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ സെൻറ്ററിൽ വീണ്ടും കുത്തിയെടുക്കണം. ഇതുപോലെ നീഡിൽ താഴേക്ക് കൊണ്ടുപോയിട്ട് സെപ്പറേറ്റ് ആയിട്ട് താഴെ നിന്ന് മുകളിലേക്ക് എടുക്കാതെ ഒറ്റ സ്റ്റിച്ചായിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് കുത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഇവിടുന്ന് കുത്തിയിട്ട് താഴേക്ക് സെപ്പറേറ്റ് കൊണ്ടുപോകാതെ ഇവിടുന്ന് തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഏതാണ് എളുപ്പം അതുപോലെ ചെയ്യാം. ഈ ഒരു ഡിസൈനിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റിച്ചസിൻ്റെയും തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് കണ്ടു നോക്കുവാണെങ്കിൽ ഇത് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അടുത്ത് ചെയ്യാൻ പോകുന്നത് ഫെദർ സ്റ്റിച്ചാണ്. ഇതുപോലെ താഴെ നിന്ന് കുത്തിയെടുത്തിട്ട് റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ കുത്തിയെടുക്കണം. ത്രെഡ് ഈ നീഡിലിൻ്റെ അടിയിലേക്ക് പിടിച്ചിട്ട് ഇതുപോലെ വലിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ചെയ്തതുകൊണ്ട് അടുത്ത സ്റ്റിച്ച് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഇപ്പോൾ കുത്തിയെടുത്തതിൻ്റെ നേരെ സൈഡിലായിട്ട് ഇതുപോലെ വീണ്ടും കുത്തിയിട്ട് സെൻറ്ററിലേക്ക് എടുക്കണം. എന്നിട്ട് ത്രെഡ് ഇതുപോലെ നീഡിലിൻ്റെ അടിയിലേക്കാണ് വയ്ക്കേണ്ടത്. ഇതുപോലെ വലിച്ചെടുക്കണം. അടുത്തത് ചെയ്യുന്നത് വീണ്ടും റൈറ്റ് സൈഡിലാണ്. ഇതുപോലെ വീണ്ടും സെൻറ്ററിലേക്ക് കുത്തിയെടുക്കണം. അടുത്തത് ചെയ്യുന്നത് ഈ ഒരു ഫെദർ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇടയിലുള്ള സ്പേസിൽ കൂടെ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. നീഡിൽ ത്രെഡ് 2 തവണ ചുറ്റിയിട്ടുള്ള ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അടുത്തത് ഇതിൻ്റെ ലീഫാണ് ചെയ്യുന്നത്. ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഷ് ബോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ കുത്തിയെടുത്തിട്ട് സെൻറ്ററിലേക്ക്
വീണ്ടും നീഡിൽ താഴേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ താഴെ നിന്ന് നീഡിൽ കൊണ്ടുവന്നിട്ട് സെൻട്രൽ പോയിൻറ്റിൻ്റെ ആദ്യം കുത്തിയതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും താഴേക്ക് കുത്തണം. പിന്നെ അടുത്ത സൈഡ്, ഇപ്പോൾ റൈറ്റ് സൈഡ് ആദ്യം ചെയ്തതുകൊണ്ട് വീണ്ടും ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അടുത്തത് ചെയ്യാൻ പോകുന്നത് വൂവൻ വീൽ സ്റ്റിച്ചാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സർക്കിൾ വരച്ചിട്ട് നമ്മളിതുപോലെ ലൈൻസ് വരയ്ക്കണം. ഈ ലൈൻസ് വരയ്ക്കുമ്പം ഓഡ് നമ്പറാണ് ലൈൻസ് കൊടുക്കേണ്ടത്. ഓഡ് നമ്പർ കൊടുത്താലാണ് ഇത് കറക്റ്റായിട്ട് വരുന്നത്. ഇവിടെ ഇപ്പം ഞാൻ 5 ലൈൻസാണ് കൊടുത്തിട്ടുള്ളത്. ഈ ലൈൻസ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും 2 ലൈനിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ നീഡിൽ താഴെ നിന്ന് കുത്തിയെടുക്കണം. അതിനുശേഷം ഓരോ ലൈനിൻ്റെയും ഒന്നിടവിട്ട ലൈനിൻ്റെ അടിയിൽ കൂടെയും അടുത്തതിൻ്റെ മുകളിൽ കൂടെയാണ് നീഡിൽ കൊണ്ടുപോകേണ്ടത്. ഇതുപോലെ ഇപ്പോൾ ആദ്യത്തേൻ്റെ മുകളിലും രണ്ടാമത്തേൻ്റെ അടിയിലുമാണ് എടുത്തത്. ഇതുപോലെ ചെയ്തിട്ട് ആദ്യത്തെ ഒരു റൗണ്ട് കഴിയുമ്പം ആദ്യം നമ്മൾ അടിയിൽ കൂടെ എടുത്ത ആ ഒരു ലൈനിൻ്റെ മുകളിൽ കൂടിയാണ് അടുത്ത ഒരു റൗണ്ട് വരുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരുന്നതാണ്. അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓഡ് നമ്പർ എടുക്കുന്നത്. അതായത് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്ന ലൈൻസ് ഓഡ് നമ്പർ ചെയ്തത്. അടുത്തത് ചെയ്യാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ഇതുപോലെ താഴെ നിന്ന് കുത്തിയെടുക്കണം. എന്നിട്ട് വീണ്ടും സെയിം പോയിൻറ്റിലേക്ക് അല്ലെങ്കിൽ തൊട്ടടുത്ത പോയിൻറ്റിലേക്ക് തന്നെ നീഡിൽ താഴേക്ക് കൊണ്ടുപോയിട്ട് ഇതുപോലെ ഫുൾ ത്രെഡ് താഴേക്ക് വലിക്കാതെ ഒരു ലൂപ്പ് പോലെ പിടിക്കണം. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് വീണ്ടും സെയിം പോയിൻറ്റിലേക്ക് നീഡിൽ താഴേക്ക് കൊണ്ടുപോയിട്ട് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇവിടെ 4 സ്ട്രാൻഡ്സ് ആണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ബാക്കി ഇതിൽ ഫുള്ള് യൂസ് ചെയ്യുന്നത് 6 സ്ട്രാൻഡ്സ് തന്നെയാണ്. ഈ ഒരു സ്റ്റിച്ചിന് മാത്രമാണ് 4 സ്ട്രാൻഡ്സ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു എൻഡിൽ വരുമ്പോൾ ഇവിടെ റൗണ്ടായിട്ടല്ല ഞാൻ ചെയ്യുന്നത്. റൗണ്ടായിട്ട് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് എൻഡ് ചെയ്യാൻ പോവാണ്.
ഇവിടെ ഇതുപോലെ താഴേക്ക് നീഡിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു സ്റ്റിച്ച് എൻഡ് ചെയ്യും. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നിന്ന് പുതിയൊരു സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് താഴേക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഈ ഒരു ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് അടുത്ത ഒരു ചെയിൻ സ്റ്റിച്ച് താഴേക്ക് സ്റ്റാർട്ട് ചെയ്യും. റൗണ്ടായിട്ടാണ് വേണ്ടതെങ്കിൽ ഒരേ സ്റ്റിച്ചായിട്ട് തന്നെ ഇങ്ങനെ റൗണ്ടായിട്ട് ചെയ്തു പോകാം കണ്ടിന്യൂസ് ആയിട്ട്. ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ സെൻറ്ററിൽ ചെയ്യാൻ പോകുന്നത് ബുളിയൻ നോട്ട് സ്റ്റിച്ചാണ്. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ നിന്ന് കുത്തിയെടുക്കാം. താഴെ നിന്ന് മുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ നിന്ന് ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇപ്പം മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് താഴെ നിന്ന് വീണ്ടും നീഡിൽ കുത്തി ഇതുപോലെ മുകളിൽ ആദ്യം ചെയ്ത ആ പോയിൻറ്റിലേക്ക് നീഡിലെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഫിംഗർ പിടിച്ചിട്ട് ഇതുപോലെ നീഡിൽ ത്രെഡ് ചുറ്റി കൊടുക്കണം. ഈ ബുളിയൻ നോട്ട് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്നുള്ളത് ഇതുപോലെ പിടിച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് എത്രയാണോ വേണ്ടത് അത്രയും റൗണ്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഡിസൈൻ വരയ്ക്കുന്നതിനനുസരിച്ച് അത് വ്യത്യാസം വരും. ഇനി ഇവിടുന്ന് ഇതുപോലെ നീഡിൽ താഴേക്ക് കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് അത് ഫിക്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തത് കാണാത്ത പോലെ ലൂസായിട്ട് ചെയ്യണം. അടുത്ത ചെയ്യാൻ പോകുന്നത് ലോങ് ഫ്രഞ്ച് നോട്ടാണ്. ഇതുപോലെ നീഡിൽ താഴെ നിന്ന് കുത്തിയെടുത്തിട്ട് 2 തവണ ചുറ്റിയിട്ട് എത്ര ലെങ്ത്തിലാണോ ഈ ഒരു സ്റ്റിച്ച് വേണ്ടത് ആ ഒരു ലെങ്ത്തിൽ നീഡിൽ താഴേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ഈ ത്രെഡ് ഒന്ന് വലിച്ചിട്ട് ഈ ഒരു ഫ്രഞ്ച് നോട്ട് കറക്റ്റാക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ സ്റ്റിച്ചസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.